റോഡ് ട്രാഫിക് അപകടങ്ങളിൽ മരിച്ചവരുടെ ഓർമ്മ ദിനമായി ആചരിക്കുന്ന നവംബർ 3-ാമത്തെ ഞായറാഴ്ച റോഡ് സുരക്ഷ എന്റെ ഉത്തരവാദിത്വം എന്ന സന്ദേശത്തിൽ റോട്ടറി കൊച്ചിൻ ഇന്റർനാഷണൽ വാർഷിക സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. റോട്ടറി കൊച്ചിൻ ഇന്റർനാഷണൽ സൈക്ലത്തോൺ 2025, അതായത് റോഡ് സുരക്ഷാ അവബോധം കൊച്ചിയുടെ പ്രോത്സാഹനം എന്നുള്ള ഒരു തലക്കെട്ടോടുകൂടി നമ്മൾ രണ്ടാമത്തെ എഡിഷനായ സൈക്ലത്തോൺ ഈ മാസം നവംബർ 16-ാം തീയതി കളമശ്ശേരി ഡക്കാത്തലിൽ വെച്ച് ഫോർമർ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ ശ്രീ ടോം ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ്. മെയിൻലി ഈ 3rd സൺഡേ ഓഫ് നവംബർ, അതായത് റോഡ് ട്രാഫിക് അപകടങ്ങളിൽ മരിച്ചവരുടെ ആഗോളതലത്തിൽ ഒരു ഓർമ്മ ദിവസമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഇത്തവണത്തെ ഇത് റോഡ് സുരക്ഷ എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള ടാഗ്ലൈനിലാണ് നമ്മൾ ആ സന്ദേശമാണ് റോട്ടറി കൊച്ചിൻ ഇന്റർനാഷണൽ നമ്മൾ ഈ വർഷം നൽകുന്നത്. ഞായറാഴ്ച രാവിലെ 5:30 ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇതിൻ്റെ സപ്പോർട്ടായിട്ട് നമുക്ക് തരുന്നത് കാസിം ഹോംസും ഡക്കാത്തലിനും പിന്നെ എല്ലാ ഇൻഷുറൻസ് ആണ്. സുസ്ഥിരമായ അവബോധം വളർത്തുന്നതിനും ഉത്തരവാദിത്വപരമായ റോഡ് പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംസ്ഥാനം ഉടനീളമുള്ള പ്രധാന പങ്കാളികളുടെ പിന്തുണയോടുകൂടി, അതായത് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവരുടെ സഹകരണത്തോടുകൂടിയാണ് ഈ വർഷം നമ്മൾ പരിപാടി നടത്തുന്നത്. ജില്ലയിലെയും സംസ്ഥാനത്തെയും പ്രധാന റണ്ണിംഗ് ക്ലബ്ബുകൾ, സൈക്ലിംഗ് ഗ്രൂപ്പുകൾ, ജില്ലയിലെ വിവിധ റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് പ്രതിനിധികൾ, NGOകൾ, റോഡ് സുരക്ഷ പ്രോത്സാഹിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായ മറ്റ് സംഘടനകൾ എന്നിവരുൾപ്പെടെ കേരളത്തിലുടനീളമല്ല ഏകദേശം 500-ൽ പരം ആൾക്കാർ ഈ വർഷം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോട്ടറി കൊച്ചിൻ ഇന്റർനാഷണലിൻ്റെ ഇനീഷ്യേറ്റീവിൽ പ്രമുഖ ഇലക്ട്രിക് 2-വീലർ നിർമ്മാതാക്കളായ ന്യൂമറസ് മോട്ടോഴ്സ് ഈ ചടങ്ങിൽ കേരള പോലീസിന് 5 ഇലക്ട്രിക് സ്കൂട്ടറുകളും നൽകുന്നു. റോഡ് അപകടത്തിൽ ഇരയായവരുടെ ഓർമ്മകളെ ബഹുമാനിക്കാനും റോഡ് സുരക്ഷ ഒരു പങ്കിട്ട ഉത്തരവാദിത്തമാണെന്ന സന്ദേശം ശക്തിപ്പെടുത്താനുമായി ലക്ഷ്യമിടുന്ന ഈ സൈക്ലത്തോണിൽ 3 കാറ്റഗറിയാണ് ഉള്ളത്. 50 കിലോമീറ്റർ സൈക്ലിംഗ്, 30 കിലോമീറ്റർ റണ്ണിംഗ് ആൻഡ് 5 കിലോമീറ്റർ ഫൺ റൺ. ഈ 3 ഇവന്റുകളാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്നത്. ഈ പ്രോഗ്രാമിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സൈക്ലത്തോൺ ചെയർമാൻ ശ്രീ ചന്ദ്രശേഖരൻ. ആക്ച്വലി ഞങ്ങൾ ഈ ഇവന്റ് തുടങ്ങാൻ കാരണം ഞങ്ങളുടെ ഒരു മെമ്പറിന്റെ ഒരു വളരെ അടുത്ത ഒരു റിലേറ്റീവ് ഒരു ആക്സിഡന്റിലോട്ട് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഈ ഇവന്റ്, കാരണം റോഡ് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സമയത്തും നമ്മൾ ശ്രദ്ധിക്കാതെ പല ആൾക്കാർക്കും ആക്സിഡന്റ് പറ്റുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ഇഞ്ചുറീസ് വരുന്നുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ ഞങ്ങൾ അവയർനെസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇവൻറ്റ് നടത്തുന്നത്. ഞങ്ങൾ മെയിനായിട്ട് ഇതിൻ്റെ പേരിൻ്റെ മെമ്മോറിയൽ ഓഫ് മിസ്റ്റർ തോമസ് മരിയൻ, അത് ഈ വ്യക്തിയാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്, പുള്ളിയുടെ പേരിലാണ് നമ്മൾ നടത്തുന്നത്. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ വി ഷുഡ് ബി അവെയർ ഓഫ് അവർ റോഡ് സേഫ്റ്റി. നമ്മൾ പോകുമ്പോൾ നമ്മളുടെ ഡ്രൈവിംഗ് ശ്രദ്ധിക്കുക. ദാറ്റ്സ് എ മോർ തിങ്. സോ ദാറ്റ് മറ്റുള്ളവർക്ക്, ഇപ്പം ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ഒരു സൈക്കിളിന് ഓട്ടോ ഇടിക്കുന്നുണ്ട്, പ്രോബ്ലി ഓട്ടോക്കാരന് മിസ്റ്റേക്കാണ്. സോ ദാറ്റ് ഈസ് ആ ഒരു അവയർനെസ് വരുത്താൻ വേണ്ടി ഞങ്ങൾ ഇത് മാത്രമല്ല, അതിൻ്റെ പുറമെ വേറെ ഈ ഇവൻ്റ് അല്ലാതെ വേറെ കുറേ പ്രോഗ്രാംസ് ആസൂത്രണം ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് അതിനെപ്പറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക, റോഡ് പ്ലേസ് ചെയ്യാനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ട് ലേറ്റസ്റ്റ് സ്റ്റേജിൽ ടു spread as much as awareness on this program. ഇത് 50 കിലോമീറ്റർ സൈക്ലിംഗ് ഉണ്ട്, 10 കിലോമീറ്റർ ഓട്ടമുണ്ട്, 5 കിലോമീറ്റർ ഓട്ടമുണ്ട്. എല്ലാം ഡെക്കാത്തോൺ കളമശ്ശേരിയിൽ തുടങ്ങും, അവിടെ നിന്ന് അവസാനിക്കും. ജയിക്കുന്നവർക്ക് പ്രൈസസ് ഉണ്ട് ഞങ്ങളുടെ. ഇതാണ് എൻ്റെ പറയാനുള്ളത്. പക്ഷേ മെയിൻ തിങ് ഞങ്ങളുടെ ടീം എന്ന് വെച്ചാൽ റോഡ് സേഫ്റ്റി മൈ റെസ്പോൺസിബിലിറ്റി. ഇത് എല്ലാ വർഷവും നടത്തുന്ന പ്രോഗ്രാമാണ്. 3rd സൺഡേ ഓഫ് എവറി നവംബർ. തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ഇപ്പം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഇൻക്രീസ്ഡ് ആക്സിഡൻറ്റ്സ് എന്ന് പറഞ്ഞതിന് ചോദിച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ട് നമ്മളിപ്പോൾ MVD ആയിട്ട് നമ്മൾ കണക്റ്റഡായിട്ട് നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോഴേക്കും റോട്ടറി മൂവ്മെൻറ്റ്, റോട്ടറി മൂവ്മെൻറ്റിൽ വരുന്നുണ്ട്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ റോട്ടറി കൊച്ചിൻ ഇൻ്റർനാഷണലാണ് ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നെങ്കിലും റോട്ടറി ഡിസ്ട്രിക്ട് ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ റണ്ണിങ് ക്ലബ്സ്, ഇവിടെ ഒരുപാട് റണ്ണിങ് ക്ലബ്സ് ഉണ്ട്. ആ റണ്ണിങ് ക്ലബ്സിലും വാക്കിംഗ് ക്ലബ്സിലും പല ആൾക്കാരും രാവിലെ നടന്ന് മരിച്ചു പോകുന്നു. പിന്നെ നമുക്കറിയാവുന്ന പോലെ, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമായിരിക്കും,
എൻ്റെ ഒരു 3 ഫ്രണ്ട്സിൻ്റെ 19, 20, 21 വയസ്സുള്ള കുട്ടികളൊക്കെ ആക്സിഡൻറ്റിൽ ഒരു വർഷത്തിനുള്ളിലൊക്കെ മരിച്ചു പോയി. ഇതെല്ലാം ഒരു നമ്മുടെ സിവിക് സെൻസും അല്ലെങ്കിൽ ഒരു കൾച്ചറിൻ്റെയും ഒരു ഷിഫ്റ്റ് വരേണ്ട കാര്യത്തിലായിരിക്കും അത് കാണുന്നത്. ഇനി അപ്പം ഇതിൽ ഞങ്ങൾ ആക്ച്വലി എല്ലാവരെയും ഇൻക്ലൂഡിങ് യു ആക്ച്വലി പ്രസ് ഹാസ് ടു ബി ഇൻ ദ ഫോർ ഫ്രണ്ട് ഫോർ ആക്ച്വലി അവയർനെസ് കൊണ്ടുവരിക. പ്രത്യേകിച്ച് ആളുകളെ നമ്മൾ റോഡിൽ നോക്കി അറിയാൻ പറ്റും. ഒരു ലൈൻ ട്രാഫിക്കോ ഒന്നും തന്നെ നോക്കുന്നില്ല, സിമ്പിളാ ലൈനിൽ ഇത് ചെയ്യുന്നില്ല. ഇപ്പം MVDയുടെ ഒരു പ്രോഗ്രാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പെഡസ്ട്രിയൻ ഫസ്റ്റ് എന്നൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നിപ്പോൾ പാലക്കാട് ജില്ലയിൽ അവരുടെ കുട്ടികളെ കൊച്ചുകുട്ടികൾക്ക് പോലും റോഡ് ക്രോസ് ചെയ്യാൻ അറിയില്ല എന്നതാണ് ഭീകരമായൊരവസ്ഥ. അപ്പോൾ അത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ MVD അതിൻ്റെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കേണ്ട ഇനിയും ഒരു ജീവിതം. ആക്ച്വലി ഏകദേശം ഒരു 3000 ചില്ലാനും പേര് ഒരു കേരളത്തിൽ ഒരു വർഷം മരിക്കുന്നുണ്ട്, 10.2 ആവറേജ്. അപ്പോൾ അത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നതാണ് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ഡെഫിനറ്റ്ലി ഇതിൽ എല്ലാ NGOസും വരുന്നുണ്ട്. ഇവിടുത്തെ CHED പോലുള്ള സ്ഥാപനങ്ങൾ, NGOസ് എല്ലാം നമ്മളിതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതൊരു കളക്റ്റീവ് മൂവ്മെൻ്റ് ആണ്. അതിൽ പ്രസൻറ്റേയും ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഭാഗത്തും നല്ല ഒരു സഹകരണത്തിൽ വേണം. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞു പോലും ഇനി ഒരു കാരണവശാലും ഒരു റോഡിൽ ഭരിക്കാനിടയാണ്. താങ്ക് യു.